ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഓമയ്ക്ക തോരനാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഒരു 10 മിനിറ്റ് മാക്സിമം മതി. അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ എല്ലാ കൂട്ടുകാരും സേഫായിട്ട് ആണ് ഇരിക്കണതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓമയ്ക്ക 2 കപ്പ്, 1.5 കപ്പ്, 2 കപ്പ്. പിന്നെ അതൊരു കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. മഞ്ഞൾ 1 ടീസ്പൂൺ മതി. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് അതിൽ ഇടുക, എന്നിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് കുഴയ്ക്കുക. പിന്നെ ഒരു നുള്ളു കടുക്, ചുവന്ന മുളക്, കറിവേപ്പില, ഇത്ര നമുക്ക് കടു വറുക്കാൻ വേണ്ടതാണ്. പിന്നെ തേങ്ങ അരയ്ക്കാൻ ഒരു 1/4 കപ്പ് തേങ്ങ, 1 പച്ചമുളക്, പിന്നെ ഒരു നുള്ളു ജീരകം, ഇത്രയാണ് വേണ്ടത്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക. തോരൻ അരയ്ക്കുമല്ലോ, അതുപോലെ അരയ്ക്കുക. നമുക്ക് മിക്സിയിൽ ഇത് അരയ്ക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉള്ളതാണ്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ പെട്ടെന്ന് എങ്ങനെ ഈ തോരൻ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ജീരകം, പച്ചമുളക്, ക്യാബേജും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. സെയിം ഇത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് ഈ സെയിം പ്രോസസ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഇനിയിപ്പോൾ സാധാരണ പോലെ ഒരു കുറച്ച് കടുകും 1 നുള്ളു ഉഴുന്നും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉഴുന്നൊരു 3-4 എണ്ണം മതി. എന്നിട്ട് അത് പൊട്ടിക്കഴിയുമ്പം ചുവന്ന മുളക് ഇടുക. നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ഈ ഓമയ്ക്ക അരിഞ്ഞതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഉപ്പാരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അവസാനം കുറച്ച് മുളക് പൊടി, ഒരു 1 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടി ചേർക്കാം. ഞാൻ കാണിക്കാം അത്. അപ്പോൾ ചുവന്ന മുളക് ഞാൻ ഇട്ടേക്കാണ്. അതൊന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നിറം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓമയ്ക്ക ചേർക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വിഭവങ്ങൾ കൊണ്ട് അതിന് അങ്ങോട്ട് നമ്മൾ ജീവിക്കുകയാണ് അല്ലേ. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും COVID-19 ഭീതി പടർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഭീതിയാണ് കൂടുതൽ അല്ലേ. അപ്പം നിങ്ങൾ എല്ലാവരും സേഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവരും വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് എന്താ പറയുക, മോന് സ്കൂളൊക്കെ അടച്ചു, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് ദിവസങ്ങളായി. 3-4 ആഴ്ചയായി വെളിയിലിറങ്ങിയിട്ട്. വെക്കേഷനൊക്കെ ആകുമ്പോൾ പുറത്തൊക്കെ പോകണമല്ലോ. ഇതിപ്പോൾ പരീക്ഷയില്ല. ഞാൻ ഓമയ്ക്ക അരിഞ്ഞ കൂടെ ഇതിനകത്തേക്ക് ചേർത്തു കേട്ടോ. ഇപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കഴിയുകയാണ്. നമ്മൾ ഇതിനെയും അതിജീവിക്കും അല്ലേ എല്ലാവരും. ഓക്കെ, ഇപ്പം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി.
ഒരു നുള്ള് മുളക് പൊടി ഞാൻ ചേർക്കട്ടെ. 1/2 ടീസ്പൂൺ ഒരു നുള്ള് മുളക് പൊടി ഞാൻ ചേർക്കുകയാണ്, ഒരു നിറം വരാൻ വേണ്ടിയിട്ട്. ഇത് വേണമെന്നില്ല, ഓപ്ഷനാണ്, അതാണ് ഞാൻ ആദ്യം കാണിക്കാത്തത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ തോരനിടാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, ജലാംശം ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്തോളും. വെള്ളം നമ്മൾ സെപ്പറേറ്റ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ക്യാബേജ് ആണെങ്കിൽ നമുക്ക് ഈ സെയിം രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. വെള്ളം ഒഴിച്ചാൽ കുതിർന്നു, എന്താ പറയുക, കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാത്തത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടയ്ക്കുക. അതിനുശേഷം 2 മിനിറ്റ് ശേഷം വീണ്ടും ഇതെടുത്തിട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഓഫ് ചെയ്തിട്ട് ഇട്ടാലും മതി കേട്ടോ, കാരണം അതിൻ്റെ ചൂട് കൊണ്ട് കറിവേപ്പില വെന്തോളും, അങ്ങനെ കുറച്ചുകൂടെ ഗുണം. അപ്പം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു. ഒന്നിക്കാത്തോരൻ, കപ്പളങ്ങാത്തോരൻ എന്നൊക്കെ ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു. ഇത് തിരുവനന്തപുരത്തൊക്കെ പപ്പായ എന്ന് പറയണേ. ഓക്കെ, അപ്പം ഇത് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ വീട്ടിൽ ഓമയ്ക്കുള്ളവർ എന്തായാലും ട്രൈ ചെയ്യുക. ഇല്ലാത്തപ്പോൾ ഈ കാലത്തിന് ശേഷം കിട്ടുമല്ലോ, അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം